നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബ്ലോക്ക് ഇടിഞ്ഞു വീണ് ഒരാൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ ഒരു സമരത്തിന്റെ തീജ്വാലയായി ആ പ്രശ്നം നിലനിൽക്കുകയാണ്. ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുമ്പ് ഉയർത്തിയിട്ടുള്ളതും ഇപ്പോൾ പ്രസക്തിയുള്ളതുമായിട്ടുള്ള കരിമണ്ണൂർ ലൈഫ് മിഷൻ ഫ്ലാറ്റും അവിടുത്തെ ആളുകളുടെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതവും ഒന്നുകൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കരിമണ്ണൂരിലെ ഭവനമില്ലായിരുന്ന പാവപ്പെട്ട ആളുകളെ വേനപ്പാറയിൽ പഞ്ചായത്ത് വക സ്ഥലത്ത് ലൈഫ് മിഷൻ ഫ്ലാറ്റ് കെട്ടിട സമുച്ചയത്തിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 35 വരുന്ന കുടുംബങ്ങൾ, അനുബന്ധമായി 100-നടുത്ത് വരുന്ന ആളുകൾ താമസിക്കുന്ന ഈ പാർപ്പിട സമുച്ചയം വലിയ രീതിയിലുള്ള ദുരവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സ്റ്റീൽ ഫാബ്രിക്കേഷൻ എന്ന പുതിയ കൺസ്ട്രക്ഷൻ മെത്തേഡ് വഴി നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടം, അതിന്റെ വശത്തെ ഭിത്തികൾ ജിപ്സം ബോർഡുകൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് ഭിത്തിയാക്കി മാറ്റി പാർട്ടീഷൻ നടത്തി ആളുകൾക്ക് താമസിക്കാനുള്ള ഇടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സൺഷെയ്ഡ് ഇല്ലാത്ത ഒരു കെട്ടിട സമുച്ചയം എന്നുള്ള നിലയിൽ അതിലുപരിയായി ഇതിന്റെ ടെറസിന്റെ മുകളിൽ റൂഫിംഗ് ഇല്ലാത്തതിനാൽ വെള്ളം കെട്ടിനിന്നും ചാറൽ അടിച്ചും ഈ ജിപ്സം ബോർഡുകൾ അത് ദുർബലമായി പൊടിഞ്ഞ് വീണു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആളുകൾ ഭിത്തിയിൽ ചാരി നിന്നാൽ പോലും താഴേക്ക് അടർന്നു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കാണുവാൻ സാധിക്കും. മാധ്യമ പ്രവർത്തകര്, ഉദ്യോഗസ്ഥരെ അടക്കം നിരവധി ആളുകൾ വന്ന് സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ പ്രകൃതിക്കും ഇണങ്ങിയ ഒരു കൺസ്ട്രക്ഷൻ അല്ല എന്നിരിക്കെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതവും ഭീതിയിലാണ്ട ഒരു ജീവിതവുമാണ് ഇവിടെ താമസിക്കുന്ന 35 വരുന്ന കുടുംബങ്ങൾ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ വളരെ നിസ്സംഗമായിട്ടുള്ള നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആളുകളുടെ ജീവിതം വലിയ രീതിയിലുള്ള ഒരു ഭീതിയും ഭീഷണിയും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് നിർമ്മിച്ചിരിക്കുന്ന കമ്പനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്യാരണ്ടി പീരീഡിൽ തന്നെ ഇരിക്കുമ്പോൾ ബന്ധപ്പെട്ട കളക്ടർ അല്ലെങ്കിൽ അധികൃതർ വളരെ കൃത്യമായി ഈ കമ്പനിയെ വിളിച്ചു വരുത്തി ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കുന്നതിനുള്ള ഒരു ജീവിത സാഹചര്യത്തെ സൃഷ്ടിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ കേരളത്തിന്റെ പ്രകൃതിക്ക് ഇണങ്ങിയ ഒരു കൺസ്ട്രക്ഷൻ അല്ല എന്നുള്ളതിൽ ഉപരിയായി വശങ്ങളിൽ നിന്ന് മഴവെള്ളം ചാറലായി വന്ന ഭിത്തിയിൽ പതിക്കുമ്പോൾ ഈ ഭിത്തി സ്ക്രൂ ചെയ്തിരിക്കുന്ന ജിപ്സം ബോർഡുകൾ ദുർബലപ്പെട്ട് തനിയെ സ്ക്രൂ വിട്ട് താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുവാനുള്ളത്. പാവപ്പെട്ടവന്റെ നൊമ്പരങ്ങൾക്ക് ജീവനില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ജീവിക്കുന്ന സാഹചര്യം പോലും ലഭ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നും നിങ്ങൾ അനാവശ്യമായി പൊതുജനങ്ങളോട് ഇവിടുത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കരുത് എന്നുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കരിമണ്ണൂരിലെ ഭരണ നേതൃത്വം ഇവിടെ താമസിക്കുന്ന ആളുകളെ വന്ന് ഭീഷണിപ്പെടുത്തിയത് എന്ന് അറിയുവാൻ കഴിഞ്ഞു. കഥ എങ്ങനെയും ആവട്ടെ, ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. ഇത്രയും ആളുകളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ അവർക്ക് ഒരു സുരക്ഷിതത്വം നൽകുന്നതിനും ഈ നിർമ്മാണത്തെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനുമുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അധികൃതരോട് അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.